ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലാവിലെഴുതിയ പ്രണയം പാർട്ട് 5. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. രാത്രി 12 മണിക്ക് ആദിത്യൻ ഒറ്റയ്ക്ക് പഴയ പാലത്തിലേക്ക് പുറപ്പെട്ടു. ചുറ്റും നിശബ്ദത. നിലാവിൻ്റെ വെളിച്ചം പാലത്തിലാകെ പറന്നിരുന്നു. കാറ്റിൻ്റെ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആദിത്യ. അവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. മുഖമറച്ച ഒരു മനുഷ്യൻ അവൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. നിങ്ങൾ ആരാണ്? ആദിത്യൻ ചോദിച്ചു. ഞാൻ അഭിനവിൻ്റെ സുഹൃത്താണ്, അയാൾ പറഞ്ഞു. ആദിത്യൻ ഞെട്ടിപ്പോയി. അഭിനവിനെ കൊന്നവരെക്കുറിച്ച് എനിക്കറിയാം. അയാൾ ഒരു പഴയ ഫയൽ ആദിത്യന് കൈമാറി. ഇതിലാണ് എല്ലാ തെളിവുകളും. പക്ഷേ സൂക്ഷിക്കണം, അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദൂരത്തുനിന്ന് ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു. വേഗം പോ, അയാൾ പറഞ്ഞു. ആദിത്യൻ ഫയലെടുത്ത് ഓടാൻ തുടങ്ങി. പക്ഷേ ഒരു വെടിയൊച്ച രാത്രിയുടെ നിശബ്ദത കീറി മുറിച്ചു. ആദിത്യൻ തിരിഞ്ഞു നോക്കി. മുഖമറച്ച ആ മനുഷ്യൻ നിലത്തേക്ക് വീണു. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോക്കറ്റ് താഴേക്ക് വീണു. ആദിത്യൻ അത് എടുത്തു. ലോക്കറ്റ് തുറന്നപ്പോൾ അതിൽ നന്ദനയുടെയും അഭിനവിൻ്റെയും ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. അതേസമയം ഒരു കറുത്ത കാർ വേഗത്തിൽ അവിടം വിട്ടു. ആദിത്യൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ഇനി ഈ സത്യം ഞാൻ അവസാനിപ്പിക്കും. ആദിത്യൻ ലോക്കറ്റ് തുറന്നു. അതിൽ നന്ദനയുടെയും അഭിനവിൻ്റെയും പഴയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോയുടെ പിന്നിൽ ഒരു തീയതി മാത്രം എഴുതിയിരിക്കുന്നു, 15 ഓഗസ്റ്റ്. അതിൻ്റെ താഴെ ഒരു വിലാസവും ഉണ്ടായിരുന്നു. ആദിത്യൻ നേരെ ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അത് ഒരു പഴയ ബംഗ്ലാവായിരുന്നു. വാതിൽ തുറന്നു കിടന്നു. അകത്തേക്ക് കയറി നോക്കിയപ്പോൾ പൊടി പിടിച്ച മുറികളും പഴയ ഫർണിച്ചറുകളും മാത്രം. പക്ഷെ ഒരു മുറിയുടെ ഭിത്തിയിൽ അഭിനവിൻ്റെ ഫോട്ടോ തൂങ്ങിയിരുന്നു. അതിനു താഴെ ഒരു ഇരുമ്പ് ലോക്കർ. ആദിത്യൻ ആ ലോക്കറ്റ് ആ ലോക്കറിന് സമീപം കൊണ്ടുപോയപ്പോൾ ക്ലിക്ക്. ലോക്കർ തുറന്നു. അതിനുള്ളിൽ ഒരു ഫയലും ഒരു മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. ഫോൺ ഓൺ ചെയ്തപ്പോൾ ഒരു വീഡിയോ പ്ലേ ആയി. അഭിനവ് ക്യാമറയിലേക്ക് നോക്കി പറയുകയായിരുന്നു, ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ജീവനോടെ ഉണ്ടാവില്ല. എന്നെ കൊന്നവരുടെ പേര് ഈ ഫയലിലുണ്ട്. പക്ഷേ അവരെക്കാൾ വലിയ ശത്രു നമ്മുടെ അടുത്തു തന്നെയുണ്ട്. വീഡിയോ അവസാനിച്ചപ്പോൾ ആദിത്യൻ ഞെട്ടി. അതേസമയം പിന്നിൽ നിന്നൊരു കയ്യടിയും കേട്ടു. ആദിത്യൻ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒടുവിൽ നീ സത്യം കണ്ടെത്തിയല്ലോ. അപ്പോൾ അടുത്ത പാർട്ട് ഞാൻ വേഗം ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ.